സെമിത്തേരി പോയിട്ട് സോംബീസിനെ കൊല്ലണമെന്ന്. ശരി, സെമിത്തേരി സോംബിയൊക്കെ ഉണ്ട് ഗൈസ്. അടിപൊളിയല്ലേ? ഇത് സെമിത്തേരിയാണ് ഗൈസ്. സോംബി ഇതിനകത്താണുള്ളത്. സോംബി. അതെ ഗൈസ്, ഇതേ സോംബി വരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. വെസ്റ്റ് ഗൺ ഫൈറ്റർ എന്ന ഗെയിമിൻ്റെ അടുത്തൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ പാർട്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരിക. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വെച്ചിട്ടായിരുന്നു നിർത്തിയത്. ഓ ഗൈസ്, റൗണ്ട് ഫോർ. ഓക്കെ, ഷൂട്ട്. യെസ്, തീർത്തിട്ടുണ്ട്. ഇനി റൗണ്ട് 5. നമുക്ക് എത്ര റൗണ്ട് വരെ പോകാൻ പറ്റും നമുക്ക് നോക്കാം. ഇവൻ്റെ കാലൊക്കെ കണ്ട ഗൈസ്, മരക്കാലാണ് ഇവൻ്റെയൊക്കെ. ഗൈസ് എക്സ് വരായിട്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കറക്റ്റ് എനിക്ക് കൊള്ളത്തുള്ളൂ. റെഡി. യെസ്. ഓക്കെ, നമ്മളെന്തായാലും ആദ്യം തീർത്തിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ ക്വസ്റ്റ് ഗെറ്റ് ടു ദ അതർ സൈഡ് ഓഫ് ദ കാനിയൻ. ഇനിയിപ്പോൾ കാനിയൻ്റെ അതർ സൈഡിലേക്ക്, മറ്റേ സൈഡിലേക്ക് പോകാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുതിരേനെ വിളിക്കാം എന്നിട്ട് അടുത്ത സൈഡിലേക്ക് പോവാം. നമ്മുടെ കുതിരപ്പുറത്ത് കയറി യാത്രയായിരിക്കാം ഗൈസ്. നമ്മൾ സ്ഥലത്തനായി. ഈ കുതിരയാണെങ്കിൽ ഇടയ്ക്ക് നിന്ന് പോകണം. ഒരു അനുസരണയില്ലാത്ത കുതിര വന്നിട്ട് ചില സമയങ്ങളിൽ. ഓക്കെ, അപ്പോൾ യെസ് ഗൈസ്, ഇവിടെ ഷൂട്ട്. യെസ് അങ്ങനെ തന്നെ. എയിമി ലോക്കാമില്ല ഗൈസ്. നമുക്ക് കുതിരയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫൈറ്റ് ചെയ്യാം. ഗൈസ് കുറേ ഉണ്ടല്ലോ. അയ്യോ, ഇത് ടഫാണ് ഗൈസ്, അയ്യോ നമ്മളിപ്പോൾ തീരും ഗൈസ്. ഒരുത്തനെ കൊന്നിട്ടുണ്ട്. പക്ഷേ ഗൈസ് നമ്മുടെ നിയമോ ഇല്ല, ഒന്നുമില്ല. നമ്മൾ പരിപാടിയില്ല ഗൈസ്. ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടില്ല, ഇന്ന് നടക്കുള്ളൂ. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. നമുക്ക് റീലോഡ് ചെയ്യായിരുന്നു. പൈസ കൊടുത്തിട്ട് നമ്മുടെ ഗണ്ണ് നമുക്ക് റീലോഡ് ചെയ്യായിരുന്നു. ഇപ്പം നമ്മൾ റീലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒന്നുകൂടെ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റും നോക്കാം. ജവന്മാർ വരുന്നുണ്ട്. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? ഗൈസ് ഇവിടെ അടുത്തിട്ട് ജവന്മാർക്ക് എവിടേക്ക് എങ്ങനെയൊക്കെ സ്പോൺ ആവുന്നേ? ഓടിച്ചു. കവർ എടുത്ത് കളിക്കണം. അപ്പോൾ നമുക്ക് എളുപ്പം കൊല്ലാൻ പറ്റും. തിരി. ഇതിനൊക്കെ നല്ല എക്സ്പീരിയൻസ് തോന്നുന്നല്ലോ. ഗൈസ് ഷോട്ട് ഗൺ നമുക്ക് റീലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കളിക്കാം. ഈ ഷോട്ട് ഗൺ എടുക്കേണ്ട മോനെ. അയ്യോ ഗൈസ്, നമ്മൾ ഡെഡായി. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. അപ്പോൾ ഈ മിഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കണം. എങ്ങനെയും കവർ ചെയ്ത് കളിക്കണം ഗൈസ്. ഇത് ഒരുത്തം വരുന്നുണ്ട്. പിന്നെ ആദ്യം തട്ടാം. ഓക്കെ, ഗൈസ്. ഓക്കെ, HP 100% ആക്കിയിട്ടുണ്ട്. എടാ ഇവനൊക്കെ നിൽക്കടാ അവിടെ. സ്റ്റുപ്പിഡ്. ഓക്കെ, ഇനിയുണ്ട് വരുന്നുണ്ട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ റീലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി HP പോയി കഴിഞ്ഞാൽ HP കൂട്ടാനുള്ള സംഭവങ്ങളുണ്ടോയെന്ന് അറിയത്തില്ല ഗൈസ്. ഒന്ന് റീലോഡ് ചെയ്യല്ലേ മോനെ. അയ്യോ, റീലോഡ് ചെയ്യുമ്പോഴേക്കും നാളെയാവല്ലോ. ഗൈസ് നമ്മൾ ഡെഡായി. കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ നോക്കാം. കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നമ്മുടെ എന്തോ ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 തോക്കൊക്കെ വെച്ചിട്ടാണ് ഗൈസ് ഇവൻ ഫയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡെഡായി. കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങോട്ട് അത്രേ ഉള്ളൂ. അവനെ നമ്മൾ തീർന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ് കംപ്ലീറ്റ് ആക്കി. നമുക്കിനി ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ലൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, നമ്മൾ തിരിച്ച് കാനിയനിൽ തിരിച്ച് സിറ്റിയിലേക്ക് പോവാം. നമുക്കിനിപ്പോൾ സിറ്റിയിലോട്ടേക്ക് പോവാം. അടുത്ത മിഷൻ എന്താ ഉള്ളത് നോക്കാം. ഇവിടെയാണെന്ന് തോന്നുന്നു. അടുത്ത മിഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു. നമുക്ക് മിഷൻ എന്താ കിട്ടുന്നത് നോക്കാം. ഓക്കെ, ഗോ ടു ദ ജയിലിൽ പോയിട്ട് എന്തോ ചെയ്യാനുണ്ട്. 150 സെക്കൻഡിൽ ഫിനിഷ് ചെയ്യണം. പിന്നെ 110 സെക്കൻഡിൽ ഫിനിഷ് ചെയ്യണം. എന്താണെന്ന് അറിയത്തില്ല. ജയിലിലോട്ട് പോകാനാണ് പറയുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ജയിലിലേക്ക് പോകാം. നമ്മുടെ പറക്കും കുതിരയാണെങ്കിൽ നമ്മൾ കുതിരയെ പറപ്പിച്ച് ജയിലിലേക്ക് പോവാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കിടക്കണം തോന്നുന്നു. ജയിലിൻ്റെ ഉള്ളിലേക്ക് പോകണം ഗൈസ്. കേനിയൻ്റെ ഉള്ളിലാണ് ജയിലുള്ളത്. ജയിലെത്താൻ കുറച്ചുകൂടെ പോകണം ഗൈസ്. ഇതിലേ പോകണം ഗൈസ്. ജയിലെത്താൻ ഇതിലേയും പോകണം. ഓക്കെ, ജയിൽ ഇവിടെയാണോ ജയിൽ? ഇതാണോ ജയിൽ? ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? കുതിരേനെ എടുത്തുകൊണ്ട് പോയാലാണോ പണി? ഇതേ ഗൈസ്, ഇവിടെ വേറൊരു കുതിര. നമ്മുടെ കുതിര തന്നെയാണോ? നമ്മുടെ കുതിരയല്ല. കുതിരേനെ എടുത്തിട്ട് പോലെ തന്നെ ആയിരിക്കും ഗൈസ്. കാരണം ഇവിടെ വേറെ ഒന്നുമില്ല. ഓക്കെ, കുതിരേനെ എടുത്തിട്ട് പോകാൻ തന്നെ ആയിരിക്കും. നമുക്ക് കുതിരേനെ എടുത്തിട്ട് തിരിച്ച് വന്ന സ്ഥലത്തോട്ടേക്ക് തന്നെ പോവാം. ഓക്കെ, കുതിരേനെ എടുത്തിട്ട് നമ്മൾ പോകുന്നത് 150 സെക്കൻഡിനുള്ളിൽ പെട്ടെന്ന് അവിടെ എത്തണം എന്നാണ് തോന്നുന്നത്. അതാണ് നമ്മുടെ മിഷൻ എന്നാണ് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോകണം ഗൈസ്. അവിടെ എത്താൻ കുറച്ച് പണിയാണ്. ഓക്കെ, നമ്മൾ ഇതും കടന്നിട്ട് പോകണം ഗൈസ്. ഇങ്ങനെയൊക്കെ കുതിരേനെ കൊണ്ട് കൊടുക്കണം തോന്നുന്നു. ഇയാളെന്താ കുതിരേൻ്റെ എന്തോ ഒരാളാണ്. ഓക്കെ, കുതിരയെ നമ്മൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ലോസ്റ്റ് ഹോഴ്സ് റിവാർഡ്. നമുക്ക് 1000 ഗോൾഡ് കോയിൻ കിട്ടിയിട്ടുണ്ട്. സംഭവം 150 സെക്കൻഡിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കി വലിയ ഉറപ്പില്ല ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അതെന്തായാലും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇവിടെ നിന്ന് നമുക്ക് എന്ത് മിഷനാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ എന്തോ ബോട്ടിലുണ്ട് ഗൈസ്. ബോട്ടിൽ പൊട്ടിക്കാം നമുക്ക്.
ഈ ബോട്ടിലൊക്കെ എന്താണ് അറിയത്തില്ല, വഴി മനസ്സിലാവായിരിക്കും. സ്മിത്ത്, ഇങ്ങയുടെ പേര് സ്മിത്ത്. ദർ സം ഇൻകോൺസ്പിഷ്യസ് കളക്റ്റബിൾസ് അറൗണ്ട് ഹിയർ. ഓ ഗൈസ്, അപ്പോൾ എന്തൊക്കെയോ ഇയാളെന്തോ കച്ചവടക്കാരനാണ്. അതായത് നമ്മൾ എന്തോ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ തരും, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് കുതിരേനെ വിളിച്ചിട്ട് നമുക്ക് പോവാം അങ്ങ്. ഓ ഇത് വേറെ സ്ഥലമാണ് ഗൈസ്, വേറൊരു സ്ഥലത്താണുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്നാൽ. ഇതിലെ ഈ കുപ്പിയാണോ അങ്ങനെ അയാൾ ഉദ്ദേശിച്ചത്? ഈ കുപ്പിയാണോ? കുപ്പി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി കുപ്പി നമ്മൾ തിരിച്ചുകൊണ്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളവിടെ നിന്ന് കുപ്പി എടുത്തു. ഇപ്പോഴാണ് നമുക്ക് വഴി കാണിക്കുന്നത് ഇങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനിയാണ് മിഷൻ തുടങ്ങുന്നത് എന്നാണ് തോന്നുന്നത്. ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. ഇതാണ് ഗൈസ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ പോകാൻ ഗൈസ്. ഇത് ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ പോകാനുണ്ട്. ഇവിടെ എന്താണ്, നമ്മളിപ്പോൾ ഏതോ കുറച്ച് പച്ചപ്പൊക്കെയുള്ള സ്ഥലത്തെത്തി ഗൈസ്. ആ മരുഭൂമിയിൽ നിന്നൊരു പച്ചപ്പൊക്കെയുള്ള സ്ഥലത്തെത്തി. ഇവിടെയാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചത്. ഇത് കളക്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അതല്ല, ചമ്മിപ്പോയി. ഇവിടെ വേറെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണിത്? ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്, പക്ഷെ എന്താണ് ഇവിടെ നമുക്ക് എടുക്കാനുള്ളത് എന്നറിയില്ല. ഇതെടുക്കാനാണോ പറഞ്ഞത്? ഓ ഇത് ഈ കുപ്പി. ഓ ഈ കുപ്പിക്ക് വെടി കൊള്ളുന്നില്ലല്ലോ. ഓക്കെ, ഈ കുപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്ഥലം നമുക്ക് മാപ്പിൽ കാണിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ പോർട്ടൽ പോലെ വെക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് ഡയറക്റ്റായിട്ട് വഴി അങ്ങ് വെച്ചാൽ പോലെ. ഓ അത് നമ്മൾ ഈ യൂണിവേഴ്സിൽ നിന്ന് മറ്റേ യൂണിവേഴ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേസ്. അതായത് ഈ മരുഭൂമി നമ്മളിപ്പോൾ നേരത്തെ പച്ചപ്പുള്ള സ്ഥലത്ത് പോയില്ലേ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള പോർട്ടലുകളാണ്. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു. ഓ ഗൈസ് നമ്മളിപ്പോൾ ഇത് വേറെ 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 സ്ഥലങ്ങളാണ്. ഇതെന്താ ശവക്കല്ലറയാണ്? ശവക്കല്ലറ, അതേ പള്ളി എങ്ങാണ്ടാണത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മളിത് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കണം. പല പല സ്ഥലങ്ങളിലായിട്ടാണ് സാധനങ്ങളുള്ളത്. അതൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. അതാണ് മിഷൻ. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ നിന്ന് ഈ കുപ്പിയും കൂടെ എടുക്കണം. അതിന് കുതിരയൊന്നും നേരെ നിൽക്കണ്ടേ? ഓക്കെ, അതെടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ കളക്ട് ചെയ്തു. ആ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് പോകാം. നമുക്ക് മിഷൻ തന്ന ആളുടെ അടുത്തേക്ക് തന്നെ തിരിച്ച് പോവാം. ഓ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. സെൻറ്റർ ഓഫ് ദ സെമിത്തേരിയിലോട്ട് പോകാം. സെമിത്തേരി പോയിട്ട് സോംബീസിനെ കൊല്ലണമെന്ന്. ശരി, സെമിത്തേരി സോംബിയൊക്കെ ഉണ്ട് ഗൈസ്. അടിപൊളിയല്ലേ? ഇത് സെമിത്തേരിയാണ് ഗൈസ്. സോംബി ഇതിനകത്താണുള്ളത്. സോംബി, അതെ ഗൈസ്. ഇതേ സോംബി വരുന്നു. ഗണ്ണെടുത്ത് എല്ലാത്തിൻ്റെയും തലമണ്ട പൊളിക്കാനുള്ള സമയമായി. ഇതിനാണെങ്കിൽ ഒന്നുമില്ല. 2 3 4 അവൻ ചത്തു. നമുക്ക് വെച്ചോടാം. ഒരു സ്ഥലത്ത് നിന്ന് വെച്ച് സേഫായിട്ട് മാറി നിന്നിട്ട് ഷൂട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. നമ്മൾ മൊത്തം കുതിരപ്പുറത്താണ് ഗൈസ് കളി. കുതിര ഇല്ലാണ്ടൊരു പരിപാടിയില്ല. ചാവും. ഓ ഗൈസ്, സോംബി നമ്മളെ ആക്രമിച്ചു. കുറേ ഉണ്ടല്ലോ ഗൈസ്. ഇന്ന് എഴഞ്ഞിട്ടൊക്കെ വരുന്നു ഗൈസ്. ഓ ഗൈസ്, ഇവിടെ കുറേ ഉണ്ട്. ഇവിടെ കുറേ സോംബി ഉണ്ട്. ഗ്രനേഡൊന്നും ഇല്ലേ? ഗ്രനേഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. ഓ ഗൈസ്, കഴിഞ്ഞു. ഏമ കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ഒന്നിനെ തീർന്നു. ഇനി 3 കൂടെ ബാക്കിയുണ്ട് ഗൈസ്. 3 കൂടി ഉണ്ട്. നമ്മൾ മാക്സിമം ഇഞ്ചുറി ആവാതെ നോക്കണം ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് HP ഇപ്പോൾ കുറഞ്ഞു. എന്തായാലും നമ്മൾ HP റീഫിൽ ചെയ്തിട്ടുണ്ട്. പൈസ ഉണ്ടല്ലോ ഗൈസ്. പൈസ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ നടക്കൂടെ. നമുക്ക് കുതിരേന്ന് പുറത്തിറങ്ങാം, അതായിരിക്കും നല്ലത്. എന്നിട്ട് ഫൈറ്റ് ചെയ്യാം. ഓക്കെ, ഇത് കുറേ ഉണ്ടല്ലോ ഗൈസ്. ഇത് കുറേ ഉണ്ട്. എഴഞ്ഞിട്ട് വരുന്നവരും നടന്നിട്ട് വരുന്നവരും എല്ലാവരും ഉണ്ട്. ഫൈറ്റ് ചെയ്യുമ്പോൾ കുതിരേനെ ഇറങ്ങുന്നതിന് നല്ലതാണ് പോകുന്നത്. ഗൈസ്, ഇന്ന് ഇതിലൂടെയാണെങ്കിൽ അരൺ പോയിട്ടുണ്ടല്ലോ. ഓ, കുത്തി കൊല്ലാൻ പറ്റുമോ ഇതേപോലെ? കുത്തി കൊന്നു കഴിയുമ്പോൾ 10 HP കുറയുന്നുള്ളൂ ഗൈസ്. അപ്പോൾ അതിൽ നിന്നിട്ട് കാര്യമില്ല, നമ്മൾ പടമാവും. സോ ഗണ്ണ് വെച്ച് തന്നെ നമുക്ക് മാക്സിമം കൊല്ലാൻ നോക്കാം. ഓക്കെ, ഇനി അഴിഞ്ഞു വരുന്ന ജീവികളേ ഉള്ളൂ. ഓക്കെ, നമ്മളങ്ങനെ ആ മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് കുറച്ച് ടഫായിരുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സോംബീസ് ഉണ്ടായിരുന്നു ഒരുപാട്. ഇവിടെ എന്താ ഉള്ളത്? ഈ സാധനം എടുക്കാണല്ലോ നമ്മൾ വന്നത്, ഈ കുപ്പിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ആരോ ഉണ്ടല്ലോ. ഇയാളോട് ഇപ്പോൾ സംസാരിക്കണോ? ഇയാളെന്താ പറയുന്നത് നോക്കാം. കിൽ ഓൾ സോംബീസ്, അത് ശരി. ഇവൻ നമുക്ക് വീണ്ടും സോംബീനെ കൊല്ലുന്ന മിഷൻ തന്നിട്ടുണ്ട്. ഓ ഇവിടെ ഓക്കെ, നമുക്ക് സമയമുണ്ട് ഗൈസ്. അതിൻ്റെ ഉള്ളിൽ സോംബീസിനെ കൊല്ലണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്ന് അറിയാം. എന്തായാലും ഇവിടെ വരെ എത്തി. കുറച്ച് സോംബീസിനൊക്കെ കൊന്നു. എത്ര സോംബികളെ കൊല്ലണം എന്നാണ് പറയുന്നത്? ഓ, ഈ സോംബികളെ എല്ലാത്തിനെയും കൊല്ലണോ? ഷോട്ട് ഗൺ എടുത്താലോ? ഷോട്ട് ഗൺ എടുക്കാം, അതായിരിക്കും നല്ലത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഓ ഗൈസ്, നമ്മൾ ഡെഡായി. നമ്മൾ നിര്യാതനായി ഗൈസ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മളതിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധനമുണ്ട്. നമ്മുടെ 50 എണ്ണം ഉണ്ട് ഗൈസ്. അതായത് ചത്ത് കഴിഞ്ഞാൽ റീസ്പോണായി വരാനുള്ളത്. അതിൽ 5 എണ്ണമൊക്കെയാണ് ഒരു റീസ്പോണിനാവുന്നത്. അതുള്ളിടത്തോളം കാലം നമ്മൾ പേടിക്കണ്ട. ഓ ഗൈസ്, കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഇനിയും ഉണ്ട്. കഴിഞ്ഞിട്ടില്ല.
750 HP ഉള്ള സോംബിയോ? അതെന്ത് സാധനം? 750 HP ഉള്ള സോംബിയൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കാകെ 100 HP ഉള്ളൂ, അത് നോക്കണം. ഓ ഗൈസ്, ആ മിഷൻ കഴിഞ്ഞു. ഗിവപ്പ് ചെയ്യാം ഗൈസ്, ഗിവപ്പ് ചെയ്യാം. കാരണം അത്രയും സോംബികളെ കൊല്ലാനേ ആ ടൈമിനുള്ളിൽ നമ്മൾ ഒരുപാട് സോംബീസിനെ കൊല്ലണം. എന്തായാലും നമ്മളിപ്പോൾ ഓൾറെഡി ഒരു മിഷനിലല്ലേ ഉള്ളത്, അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിപ്പോൾ ഇത് എടുത്തത്. നമുക്ക് എന്തായാലും അത് ചെയ്യണ്ട. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മിഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അവനും അവൻ്റെ സോംബിയും നമ്മുടെ കാര്യം നോക്കി പോയിക്കൊണ്ടിരുന്ന കേസ്. നമ്മൾ വെറുതെ എന്നോട് പോയി സംസാരിച്ചപ്പോഴത്തേക്ക് ചെക്കൻ നമ്മളെ കൊണ്ട് സോംബീനെ കൊല്ലിപ്പിക്കുന്ന അവസ്ഥയാക്കി. എന്നിട്ട് അവൻ എൻജോയ് ചെയ്യുന്നു. നമ്മൾ സോംബീനെ കഷ്ടപ്പെട്ട് കൊല്ലുമ്പോൾ കൈയും കെട്ടി നിന്ന് കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ തന്നെ അടുത്തൊരു പാർട്ടുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഗെയിമിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ ഗൈസ്, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.